അത്ര പോരാ. 9 ഇതൊരു സാധാരണ ഒരു ഫിലിം പോലെയാണ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ രീതിയിൽ കൊള്ളായിരുന്നു. പടത്തിനെ കുറിച്ച് കാണാൻ നല്ല രസമുണ്ടായിരുന്നു, നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. റിവ്യൂ പോലെ അല്ല, നല്ല രസമുണ്ടായിരുന്നു. നല്ല ഇതിൽ വർക്കായി. ഫസ്റ്റ് ഹാഫ് നല്ല ത്രില്ലിംഗ് ആണ്. സെക്കൻഡ് ഹാഫ് കുറച്ച് സ്ലോ ആണ്, പക്ഷെ കൊള്ളാം. അല്ല നല്ല സിനിമ, നല്ല രീതിയിൽ വർക്കാവും. ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടിയുടെ അഭിനയം സൂപ്പർ. ഒരു വൺ ടൈം വാച്ച് അത്രയും ഫീൽ ചെയ്തു. വിഷ്വൽസും ബാക്കി ഇതൊക്കെ നല്ലതായിരുന്നു. അത് പടം ആക്ച്വലി കൊള്ളാം, പക്ഷേ നമ്മൾ മൈൻഡ് സെറ്റാക്കുന്ന പോലെ ഇരിക്കും. ഹൈപ്പും മാസൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് ഒന്നും കാണില്ല. പക്ഷേ ഒരു ക്വാളിറ്റി പടം തന്നെയാണ്. മേക്കിംഗ് കൊള്ളാം, പക്ഷേ ഫാൻസിന് വേണ്ടി ആക്ച്വലി ഒന്നും കാണില്ല. അങ്ങനെ എനിക്ക് തോന്നിയില്ല. പടം കാണുമ്പോൾ അറിയാം, ഒരു ഭയങ്കരമായിട്ട് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഫാൻസിന് കിട്ടില്ല. അങ്ങനത്തെ സിനിമകൾ വരണമല്ലോ, എല്ലാം ഫാൻസിനല്ലോ. കുഴപ്പമില്ല, നല്ല സിനിമയായിരുന്നു. ഫസ്റ്റ് ഹാഫാണ് കൂടുതലും ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിൽ ഒരു എൻഡിങ് എനിക്ക് അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല, പക്ഷെ കൊള്ളാം, നല്ലൊരു സീൻ പടം, ഒരു രക്ഷയില്ല. സീൻ എങ്ങനെയുണ്ട് ലാലേട്ടൻ? ആ ഒരു എല്ലാവരും നൈസാണ്. നല്ല പടം, ഒരു കുഴപ്പമില്ല. നന്നായിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല കിടില അഭിനയമായിരുന്നു. നല്ല ലാലേട്ടൻ മമ്മൂട്ടി എങ്ങനെയുണ്ട്? രണ്ടുപേരും നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി പടമാണ്. കൊള്ളാം, നല്ല പടമാണ്. എങ്ങനെയുണ്ട് ലാലേട്ടൻ കൊള്ളാം, നല്ല രസമാണ്. നല്ല മൂവി, നല്ല മൂവി. നന്നായിരുന്നു. നല്ല അഭിനയമൊക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വേറൊരു ലെവലിലാണ് ഫിലിം. പിന്നെ മോഹൻലാൽ കുറച്ച് ഭാഗമേ ഉള്ളൂ എന്നുള്ളതൊരു സങ്കടമായി തോന്നി. ഹാഫിലല്ലേ വരുന്നത്. പിന്നെ നല്ലതാണ്, നല്ല ഫിലിമാണ്. അത് സിനിമ ആസ്വദിക്കാൻ അറിയാത്തവരായിരിക്കും. നല്ലൊരു വേറൊരു ലെവലിലുള്ള പിക്ചറാണ്. നമ്മൾ ഈ മറ്റ് ഭാഷകളിലുള്ള സിനിമകൾ കാണുന്ന പോലെ ഒരു കണ്ടിരിക്കാൻ മീൻസ് നല്ലൊരു എൻ്റർടൈനർ. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ഫിലിമൊക്കെ ഇല്ലേ, വേറൊരു ലെവലിലെടുക്കുന്ന ഫിലിംസ് ഉണ്ടല്ലോ, അതിൻ്റെ മീൻസ് അതിൻ്റെ കോപ്പിയല്ല, പക്ഷെ അതുപോലെ നല്ലൊരു പിക്ചറാണ്, നല്ലൊരു എൻ്റർടൈനറാണ്. മ്യൂസിക് ഓൾസോ ഇസ് വെരി ഗുഡ്. നല്ല പടം, നല്ലതായിട്ടുണ്ട്. മമ്മൂട്ടി ഒന്നുകൂടെ നമ്മുടെ ഫാന് അടിച്ച് പൊളിച്ചില്ലേ. മോഹൻലാൽ കുഴപ്പമില്ല, പുള്ളിയുടെ റോഡ് നല്ലോണം ചെയ്തു. പിന്നെ മോഹൻലാൽ നല്ല എല്ലാവരുടെയും ഫാനാണ്, പക്ഷേ എൻ്റെ ഫാന് മമ്മൂട്ടിയാണ്, അതുകൊണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ ഇത്രയും വയസ്സായിട്ടും ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് നല്ലതായിരുന്നു. മമ്മൂട്ടിക്ക നല്ല മലബാറുകാരനാണ്, എൻ്റെ നാട്ടുകാരനാണ്. നല്ലത്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആളുമാണ്. എല്ലാം നല്ലതായിട്ട് പോയി. ഇല്ലയോ 100% ബിഗ് സല്യൂട്ട് ഞങ്ങളുടെ വകയായിട്ടും. വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ കണ്ടാൽ കുഴപ്പമില്ലാത്ത പടം. എക്സ്പെക്റ്റേഷനോട് വന്നാൽ ഒന്നുമില്ല. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. വൺ ടൈം വാച്ച് അത്രേ ഉള്ളൂ. മോഹൻലാൽ നല്ല പെർഫോമൻസ്. അത്ര വലിയ പ്രതീക്ഷയോടെ ഒന്നും അല്ല പോയത്, പക്ഷേ ഫസ്റ്റ് ഹാഫ് ഉള്ളായിരുന്നു, സെക്കൻഡ് ഹാഫ് പോരാ. അങ്ങനെ വെറുപ്പിക്കാനായിട്ടൊന്നുമില്ല, കണ്ടിരിക്കാം. പിന്നെ അവർ രണ്ടുപേരുള്ള ക്ലാസ് അങ്ങനെ വലുതായിട്ടൊന്നുമില്ലല്ലോ. എല്ലാവരും ഫാൻസുകാർ വിചാരിക്കുന്ന മോഹൻലാൽ മമ്മൂട്ടി വരുമ്പോൾ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കും, പക്ഷേ അതിനുള്ള ഓളമൊന്നുമില്ല. പക്ഷേ നല്ല പടം, എല്ലാവരും പോയി കാണാം. കുറേ നാളായില്ലേ കണ്ടിട്ട്. കൊള്ളാം, നല്ല മൂവി. നല്ല എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം, നല്ല സിനിമ. കൊള്ളാം, നല്ല സൂപ്പർ. രണ്ടുപേരുടെയും ടോപ്പ് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. വീണ്ടും കാണണം തോന്നുന്നു. OTPയിലൊക്കെ വൈഫൈയിൽ വരണമെങ്കിൽ വീണ്ടും ഇരുന്ന് കാണും. നല്ല അഭിനയമായിരുന്നു. അവൻ നല്ല സൂപ്പറായിരുന്നു അഭിനയം. നല്ല, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ടോട്ടലി ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കുഞ്ചാക്കയും ഈ 4 പേരുമാണ് അതിൻ്റെ ലീഡിങ് ക്യാരക്ടേഴ്സ്. നല്ല പ്രൊഡക്ഷൻ, ഗ്രാൻഡ് പ്രൊഡക്ഷൻ. മമ്മൂട്ടിയാണ് സൂപ്പർ സ്റ്റാർ. സൈലന്റ് കാണാൻ ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും കാണും. നന്നായിട്ടുണ്ടായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു, കണ്ടായിരുന്നു. കുഴപ്പമില്ല, മോഹൻലാലിൻ്റെ സീൻ നന്നായിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല പടം. അവരുടെ അഭിനയം നല്ല അഭിനയം, അടിപൊളിയാണ്. രണ്ടുപേരുടെ ഒന്നിച്ചുള്ള സീൻസ് എല്ലാം നന്നായിട്ടാണ് തോന്നിയത്. നെഗറ്റീവ് റിവ്യൂ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു ഒരു ലാഗുണ്ട്, പക്ഷേ അത് ഓവറോൾ ടീം എനിക്ക് ഭയങ്കരമായിട്ട്
ഇഷ്ടപ്പെട്ടു. ഡാറ്റ പൈറസിക്കെതിരെ ആയിട്ടുള്ള ഒരു തീമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എനിക്കത് സ്റ്റോറി ലൈൻ നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓഫ് കോഴ്സ് നെഗറ്റീവ് റിവ്യൂസ് ഏതൊരു സിനിമയ്ക്കും ഉണ്ടാവുമല്ലോ, അത് ഞാനും കേട്ടായിരുന്നു. ഒരു 3 മണിക്കൂർ എങ്ങനെ ഉണ്ട്? 3 മണിക്കൂർ പോയത് അറിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എങ്ങനെയുണ്ട് ഇവരെ ഒരേ സ്ക്രീനിൽ വീണ്ടും കാണുമ്പോൾ? എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇവരെ രണ്ടുപേരെ ഒരേ സ്ക്രീനിൽ കാണുമ്പോൾ. ഭയങ്കര ഇവരുടെ ഒരുമിച്ചുള്ള സീക്വൻസസ് എല്ലാം വളരെ ഇമോഷണലും നല്ലൊരു കംബാക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കണക്ട് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു ജനറൽ ഫീലിംഗ്. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു. കാരണം അത് ഒരു ഡാറ്റ പൈറസിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഏജിൽ എനിക്കും തോന്നുന്നു. കാരണം നമ്മുടെ ഡാറ്റയൊക്കെ എത്രത്തോളം പ്രൈവറ്റാണ് എന്നുള്ളൊരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കാനായിട്ടുള്ളൊരു നല്ലൊരു സന്ദേശമുള്ളൊരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല മൂവിയായിരുന്നു. അങ്ങനെ പ്രതീക്ഷയില്ലാതെ വന്നതാണ്. പക്ഷെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു ലാലേട്ടനും മമ്മൂക്ക ഫാൻ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് മമ്മൂക്ക ശരിക്കും ഭയങ്കര ഒരു രക്ഷയില്ല. അടിപൊളിയായിരുന്നു. എന്താ പറയുക, അങ്ങനെ ഒരാൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു പോകും. ശരിക്കും നല്ല രസമുണ്ട്. കാരണം വെച്ചാൽ എനിക്കങ്ങനെ മൂവി പരമായിട്ട് പറയാനായിട്ടൊന്നും അങ്ങനെ അറിയില്ല. പക്ഷെ നല്ല മേക്കിംഗ് ആണ്, ഒരു കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണ്. പിന്നെ മമ്മൂക്ക സെൻട്രിക് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു നോർമൽ പേഴ്സൺ എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പടത്തിന് എനിക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നതല്ല ഇപ്പോഴത്തെ പുതിയ പടങ്ങളൊക്കെ. ഇതിപ്പം കണ്ടിട്ട് എനിക്ക് വലിയ കുഴപ്പമില്ലാതായി തോന്നി. മമ്മൂട്ടി മോഹൻലാലും ഉള്ളതുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ നടന്മാരെ ആരും എനിക്കിഷ്ടമല്ല. പക്ഷേ ഇതെനിക്ക് നല്ലൊരു പടം നല്ലതായിരുന്നു. എല്ലാവരുടെ അഭിനയവും കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു.